തിരുവനന്തപുരം പോത്തങ്കോട് ഗൂണ്ടാ സംഘം യുവാവിനെ കൊന്ന് കാൽ വെട്ടിയെറിഞ്ഞ കേസിൽ ഇന്ന് വിധി വരും. നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. മംഗലപുരം സ്വദേശി സുധീഷിനെയാണ് 11 പേരടങ്ങുന്ന സംഘം വന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, വിശദാംശങ്ങൾ. കേരളം അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ കൊലപാതകമായിരുന്നു. ആ കൊലപാതകത്തിന്റെ രീതിയടക്കം അന്ന് വലിയ ചർച്ചയാവുകയും മാത്രവുമല്ല 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പക ഈ രീതിക്കൊക്കെ പോകുമോ എന്ന് മൂക്കത്ത് വിരൽ വെച്ച ഒരു സംഭവമാണ്. കാരണം എതിർ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട കുറച്ച് പേർ ചേർന്ന് 11 പേർ ചേർന്നാണ് ഈ പോത്തൻകോടെ ബന്ധുവീട്ടിൽ കയറി സുധീഷ് എന്നയാളെ ഓടിച്ചിട്ട് കൊലപ്പെടുത്തുന്നത്. ശേഷം ഈ സുധീഷിന്റെ കാല് വെട്ടിയെടുത്ത് പൊതുവഴിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു. അതിനുശേഷം ആഘോഷിച്ചു. ഇതായിരുന്നു ആ കൊലപാതക രീതി. ആ കൊലപാതക കേസിലാണ് ഇന്ന് വിധി പറയാൻ പോകുന്നത്. ഈ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 2021 ഡിസംബർ 11 നട്ടുച്ചയ്ക്കാണ് സുധീഷ് ഒളിവിൽ താമസിച്ച വീട്ടിലെത്തി ഈ ഗുണ്ടാ സംഘം കൊലപ്പെടുത്തിയത്. മുഖ്യ പ്രതിയായ സുധീഷ് ഉണ്ണിയുമായി 2 മാസം മുൻപുണ്ടായ ഒരു തർക്കം, ഒരു സംഘർഷം, അതിനുശേഷം ഈ കൊല്ലപ്പെട്ട സുധീഷ് എതിർചേരിയിലുള്ള സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചത്, അതൊക്കെയായിരുന്നു കൊലപാതകത്തിന് കാരണമായി മാറിയത്. ഇതിന് പകരം വീട്ടാനാണ് സുധീഷ് ഉണ്ണി എന്ന പ്രതിയായ സുധീഷ് ഉണ്ണി ഗുണ്ടാ നേതാവായിട്ടുള്ള ഒട്ടകം രാജേഷുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തത്. ആക്രമണം ഭയന്ന് നാടുവിട്ട് സുധീഷ് പോത്തൻകോടിനടുത്തുള്ള കല്ലൂരിലെ പാണൻവിള കോളനിയിൽ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. എന്നാൽ ബന്ധുവായ മറ്റൊരാൾ തന്നെ എതിർ സംഘത്തിന് സുധീഷ് ഇവിടെ ഒളിവിൽ കഴിയുന്നു എന്നുള്ള വിവരം ഒറ്റിക്കൊടുത്തതോടുകൂടിയാണ് 11 പേരടങ്ങുന്ന സംഘം ഈ ക്രൂരമായ രീതിയിൽ സുധീഷിനെ കൊലപ്പെടുത്തുന്നത്. അന്ന് തിരുവനന്തപുരം റൂറൽ അഡീഷണൽ എസ് പി ആയിരുന്ന MK സുൽഫിക്കറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കൃത്യമായ തെളിവുകൾ, ചില സാക്ഷിമൊഴികൾ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നെടുമങ്ങാട് SC/ST കോടതിയിൽ ഹാജരാക്കിയായിരുന്നു വിചാരണ. ഏതായാലും വലിയ വിവാദമുണ്ടാക്കിയ തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങൾ, ഗുണ്ടാ പകയെക്കുറിച്ച് വലിയ ചർച്ചയുണ്ടാക്കിയ കൊലപാതക കേസിൽ ഇന്ന് തിരുവനന്തപുരം SC/ST കോടതി വിധി പറയും. താങ്ക് യു. തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.